വാതുക്ക തെയ്യം വെച്ചിട്ട് എങ്ങനെയാണ് കാണാൻ വരാതിരിക്കുക. നേരെ തെയ്യത്തിന് വന്നു. രാത്രിയായിരുന്ന സമയം ഏകദേശം 11:30-12 മണിയുടെ അടുത്തായിട്ടുണ്ട്. നമ്മൾ വരുമ്പോഴേക്കും ഒരു തെയ്യം കഴിഞ്ഞ് അടുത്ത തെയ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ നെരിപ്പോട് കണ്ടോ തീയൊക്കെ കൂട്ടിയിട്ടിട്ടുള്ളത്, ഇത് പുലർച്ചെ പൊട്ടൻ തെയ്യം ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ണിക്ക് ചെറുതായിട്ട് ഉറക്കം വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് സമയമായി. അപ്പോൾ തെയ്യം തോകേണ്ട സമയമായപ്പോൾ ഞാൻ ഉണ്ണിനും കൂടി നേരെ വീട്ടിലോട്ട് വിട്ടു. കാരണം പുലർച്ചയ്ക്ക് വേറെയും തെയ്യമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഓളൊന്ന് ഉറക്കിയിട്ട് കൊണ്ടുവരാമെന്ന് കരുതി. അപ്പോൾ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ടെത്തി. അങ്ങനെ കുറച്ച് നേരം വീട്ടിൽ നിന്ന് ഉറങ്ങിയിട്ട് എണീറ്റിട്ട് നമ്മൾ നേരെ അടുത്ത തെയ്യം കാണാൻ വേണ്ടി പോയിട്ടോ. നമ്മളെത്തുമ്പോഴേക്ക് തെയ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പഞ്ചുരുളി നേരത്തെ തുടങ്ങിയത് അവിടെ ഇരിക്കുന്നുണ്ട്. പൊട്ടൻ തെയ്യമാണിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെയ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ച നെരിപ്പോടില്ലേ, ആ നെരിപ്പോട് കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അതൊക്കെ കനലായി മാറിയിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയാം, കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് പൊതുവെ തെയ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. പല രീതിയിലുള്ള തെയ്യങ്ങളുണ്ട്. ഓരോ തെയ്യത്തിന് പിന്നിലും ഓരോ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഓരോ തെയ്യവും പെർഫോം ചെയ്യുന്നത് വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള തെയ്യം കലാകാരന്മാരാണ്. യഥാർത്ഥത്തിൽ അറിവില്ലാത്തത് കൊണ്ടല്ല ഈ തെയ്യത്തിന് പൊട്ടൻ എന്ന് പേര് വന്നത്. ലോകതത്വം വിളിച്ചു പറഞ്ഞിട്ടും മനസ്സിലാകാത്തവർക്ക് മുന്നിൽ ഒരു പൊട്ടനെ പോലെ അഭിനയിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനാലാണ് ഈ പേര് വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൊട്ടൻ തെയ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് കനലാട്ടം. ആളിപ്പടരുന്ന കനലിലേക്ക് തെയ്യം എടുത്തു ചാടുകയും അതിൽ കിടന്ന് ആടുകയും ചെയ്യുന്നു. കനലിൽ കിടക്കുന്നത് തണുത്ത മണലിൽ കിടക്കുന്നത് പോലെയാണെന്നാണ് തെയ്യം പാട്ടുകളിൽ പറയുന്നത്. ഉത്തര മലബാറിലെ മലയർ പുലയർ സമുദായങ്ങൾക്കാണ് പൊട്ടൻ തെയ്യം കെട്ടിയാടാൻ പരമ്പരാഗതമായ അവകാശമുള്ളത്. ചിലയിടങ്ങളിൽ മാവിലർ, മുന്നൂറ്റാൻ, പാണൻ തുടങ്ങിയ സമുദായങ്ങളും അവരുടേതായിട്ട് രീതിയിൽ പൊട്ടൻ തെയ്യം അവതരിപ്പിക്കാറുണ്ട്. തെയ്യം കെട്ടുന്ന ഈ സമുദായങ്ങൾ ചരിത്രപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ തെയ്യം കെട്ടിയാടുമ്പോൾ ഉയർന്ന ജാതിയുള്ളവർ പോലും തെയ്യത്തെ ഭക്തിയോട് വണങ്ങുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നു. ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യത്വത്തിൻ്റെ കഥ കൂടി പറയുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം എന്ന് പറയുന്നത്. തെയ്യമൊക്കെ കണ്ട് ഉണ്ണി ഏകദേശം ഉറക്കമൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്കും ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ പൊട്ടൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത തെയ്യത്തെ വരുന്നുണ്ട്. ഈ തെയ്യം വരുന്ന സമയത്ത് ചുറ്റും ലൈറ്റൊക്കെ ഓഫ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ തെയ്യത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, കയറി ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. കരിഞ്ചാമുണ്ടി തെയ്യം അവിടെ തോവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പഞ്ചുള്ളിയോടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. കാരണം നേരം നല്ലോണം വെളുത്തു, വിശക്കുന്നുണ്ട്. ഉണ്ണിക്കാണ് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. കാരണം പാവത്തിന് രാത്രി ഉറങ്ങാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആകെ ഒരു മണിക്കൂർ ഉറങ്ങിയതേ ഉള്ളൂ കേട്ടോ നമ്മളെല്ലാവരും. അപ്പോൾ പോയിട്ട് കുറച്ച് നേരം ഉറങ്ങണം, എന്നിട്ട് വീണ്ടും വന്ന് തെയ്യം കാണണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീഡിയ സൈനിങ് ഓഫ്.